ഹലോ എവരി വൺ, ഗുഡ് മോർണിംഗ്. ഇന്ന് മോർണിംഗിൽ ഒരു 4 മണിയായപ്പോൾ അവിചാരിതമായിട്ടാണ് എൻ്റെ ഉറക്കം പോയത്. ജോഷ ഉറക്കത്തിൽ എണീച്ച് രാവിലെ 4 മണിയായപ്പോൾ എഴുന്നേറ്റിരുന്നിട്ട് കരയാണ്. ഞാനവന് പാല് കലക്കി കൊടുത്തു. അത് കഴിഞ്ഞപ്പോഴത്തേക്ക് എൻ്റെ ഉറക്കം പോയി. ഇനി എന്ത് ചെയ്യാം, എന്നാൽ പിന്നെ ഫുഡ് ഉണ്ടാക്കുന്ന കാര്യങ്ങൾ തുടങ്ങിയേക്കാമെന്ന് ഓർത്തു. ഫുഡ് ഉണ്ടാക്കാൻ തുടങ്ങുന്നതിന് മുമ്പ് ഇന്നത്തെ ഡേ സ്റ്റാർട്ട് ചെയ്ത സമയമാണല്ലോ, അപ്പോൾ ബൈബിൾ വായിച്ച് തുടങ്ങിയേക്കാൻ ഓർത്തു. അങ്ങനെ ഞാൻ ബൈബിൾ എടുത്തു, പ്രാർത്ഥിച്ചിട്ട് ഒരു വചനം എടുത്തപ്പോൾ യോഹന്നാൻ്റെ സുവിശേഷം 8-ാം അധ്യായം 12 മുതലുള്ള വാക്യങ്ങളാണ് കിട്ടിയത്. വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം 8-ാം അധ്യായം 12 മുതലുള്ള തിരുവചനങ്ങൾ. യേശു ലോകത്തിൻ്റെ പ്രകാശം. യേശു വീണ്ടും അവരോട് പറഞ്ഞു, ഞാൻ ലോകത്തിൻ്റെ പ്രകാശമാണ്. എന്നെ അനുഗമിക്കുന്നവൻ ഒരിക്കലും അന്ധകാരത്തിൽ നടക്കുകയില്ല, അവന് ജീവൻ്റെ പ്രകാശം ഉണ്ടായിരിക്കും. അപ്പോൾ ഫരിസേയർ പറഞ്ഞു, നീ തന്നെ നിനക്ക് സാക്ഷ്യം നൽകുന്നു, നിന്റെ സാക്ഷ്യം സത്യമല്ല. യേശു പ്രതിവചിച്ചു, ഞാൻ തന്നെ എനിക്ക് സാക്ഷ്യം നൽകിയാലും എൻ്റെ സാക്ഷ്യം സത്യമാണ്. കാരണം ഞാൻ എവിടെ നിന്ന് വന്നുവെന്നും എവിടേക്ക് പോകുന്നുവെന്നും എനിക്കറിയാം. എന്നാൽ ഞാൻ എവിടെ നിന്ന് വരുന്നുവെന്നോ എവിടേക്ക് പോകുന്നുവെന്നോ നിങ്ങൾ അറിയുന്നില്ല. നിങ്ങളുടെ വിധി മാനുഷികമാണ്. ഞാൻ ആരെയും വിധിക്കുന്നില്ല. ഞാൻ വിധിക്കുന്നെങ്കിൽ തന്നെ എൻ്റെ വിധി സത്യമാണ്. കാരണം ഞാൻ തനിച്ചല്ല, എന്നെ അയച്ച പിതാവും എന്നോട് കൂടെയുണ്ട്. 2 പേരുടെ സാക്ഷ്യം സത്യമാണെന്ന് നിങ്ങളുടെ നിയമത്തിൽ തന്നെ എഴുതിയിട്ടുണ്ടല്ലോ. എന്നെക്കുറിച്ച് ഞാൻ തന്നെ സാക്ഷ്യം നൽകുന്നു, എന്നെ അയച്ച പിതാവും എന്നെക്കുറിച്ച് സാക്ഷ്യം നൽകുന്നു. അപ്പോൾ അവർ ചോദിച്ചു, നിന്റെ പിതാവ് എവിടെയാണ്? യേശു പറഞ്ഞു, നിങ്ങൾ എന്നെ ആകട്ടെ എൻ്റെ പിതാവിനെ ആകട്ടെ അറിയുന്നില്ല. എന്നെ അറിഞ്ഞിരുന്നുവെങ്കിൽ എൻ്റെ പിതാവിനെയും അറിയുമായിരുന്നു. ദേവാലയത്തിൽ ഭണ്ഡാര സ്ഥലത്ത് പഠിപ്പിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് അവൻ ഇതെല്ലാം പറഞ്ഞത്. എന്നാൽ ആരും അവനെ പിടിച്ചില്ല, കാരണം അവൻ്റെ സമയം ഇനിയും വന്നു ചേർന്നിട്ടില്ലായിരുന്നു. യേശു പിതാവിനെ കുറിച്ച് പറയുന്ന കാര്യങ്ങളാണ് ഇവിടെ എനിക്ക് കിട്ടിയ കാര്യങ്ങൾ. അതായത് യേശു പിതാവിനെ കുറിച്ച് യേശുവിൻ്റെ സാക്ഷ്യം. നിങ്ങൾ ഓർക്കുന്നുണ്ടാവും, കാലത്ത് തന്നെ എന്താ പറയുക, ഒരു ടിപ്പിക്കലായിട്ടുള്ളൊരു ബോറത്തിയെ പോലെ ഇരുന്ന് ബൈബിൾ വായിച്ച് അത് അപ്ലോഡ് ചെയ്യുന്നു, അത് വീഡിയോ എടുത്ത് ഇടുന്നു. ആക്ച്വലി ഞാൻ ബൈബിൾ വായിക്കുന്നതിലൊക്കെ ഭയങ്കര പുറകോട്ടായിരുന്നു. ബൈബിൾ വായിക്കാൻ മടി, പ്രാർത്ഥിക്കാനൊക്കെ എൻ്റെ ഡിഗ്രി കാലഘട്ടത്തിലേക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. എൻ്റെ കൂടെ പഠിച്ച കൂട്ടുകാർക്ക് അറിയാവുന്നതാണ്. ജപമാല ചൊല്ലാൻ പോകാൻ മടി. അതുപോലെ ഹോസ്റ്റലിലായിരുന്ന സമയത്ത് ജപമാലയ്ക്ക് കൂടില്ലായിരുന്നു. ബൈബിൾ വായിക്കാനൊക്കെ മടിയായിരുന്നു. ബൈബിളൊക്കെ ഞങ്ങൾക്ക് റൊട്ടേഷൻ കിട്ടുമായിരുന്നു ബൈബിൾ വായിക്കാനായിട്ട്. അപ്പോൾ ഓരോ ദിവസവും ഓരോ ഡിഗ്രി ഓരോ ബാച്ചിലുള്ളവർ ഓരോരുത്തരായിട്ട് വായിക്കണം, അത് സിസ്റ്ററിന് നിർബന്ധമാണ്. അപ്പോൾ അങ്ങനെ തരുമ്പോൾ എനിക്ക് വായിക്കാൻ കിട്ടാതിരിക്കാനായിട്ട് ഞാൻ കൊന്തയ്ക്ക് പോവില്ല, കുർബാനയ്ക്ക് പോവില്ലായിരുന്നു. പിന്നെ ബൈബിള് കയ്യിൽ കിട്ടി ഒരു പ്രാവശ്യം വായിക്കാനായിട്ട് കിട്ടി കഴിഞ്ഞപ്പോൾ സ്പീഡിൽ വായിച്ചു. സിസ്റ്റർ എന്നോട് പറഞ്ഞു, നീ ബൈബിളൊക്കെ എടുത്ത് പെരുമാറുമ്പോൾ പതുക്കെ എടുത്ത് വായിക്കുക, ഇപ്പം കീറിപ്പോയനല്ലോ എന്ന് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ വിശുദ്ധ കുർബാനയ്ക്കൊക്കെ പോകാൻ നല്ല മടി കാണിച്ചിട്ടുണ്ട്. ഇപ്പോൾ തന്നെയാണ് ഇവിടെയാണെങ്കിലും ഇപ്പോൾ കുഞ്ഞുങ്ങളുള്ളതുകൊണ്ട് വിശുദ്ധ കുർബാനയ്ക്കാണെങ്കിൽ പോകാനൊക്കെ സമയത്ത് ഒന്നും പോകാനൊന്നും സാധിക്കണമൊന്നുമില്ല. അതായത് ഞായറാഴ്ചകളിൽ മാത്രമാണ് വിശുദ്ധ കുർബാനയ്ക്ക് ആകെ പോകാൻ സാധിക്കുന്നുള്ളൂ. അതും വൈകിയൊക്കെയാണ് ചിലപ്പോഴൊക്കെ പോകാൻ പറ്റുന്നുള്ളൂ. അതവിടെ നിൽക്കട്ടെ. എന്നാൽ പോലും ഞാൻ എൻ്റെ ഹൃദയത്തിൽ എപ്പോഴും ഒരു പ്രാർത്ഥന എനിക്കുണ്ടാവും, ദൈവമേ എൻ്റെ അവസ്ഥകൾ നീ അറിയുന്നുണ്ടല്ലോ എന്ന്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് ബൈബിളിനെ കുറിച്ച്. അപ്പം എൻ്റെ ഉള്ളിൽ ആഗ്രഹം തോന്നിയിട്ടുണ്ട്, ബൈബിൾ മുഴുവൻ വായിക്കണം,
അങ്ങനെയൊക്കെ. അപ്പോൾ ഇടയ്ക്ക് ഞാൻ ബൈബിൾ ഓരോ ദിവസം കുറച്ച് ഭാഗം ഒരു ഉൽപ്പത്തി തുടങ്ങി അല്പമായിട്ട് ബൈബിൾ ഒരു രണ്ട് പ്രാവശ്യം 3 പ്രാവശ്യം ഫുള്ള് വായിക്കാൻ സാധിച്ചിട്ടുണ്ട്. പിന്നെ അതിന് ശേഷം പിന്നെ ബൈബിളിനോട് തീരെ ടച്ചില്ലായിരുന്നു. അപ്പോൾ വീണ്ടും എനിക്കൊരു അവസരം കിട്ടിയപ്പോൾ വീണ്ടും അത് ഞാനിങ്ങനെ സ്റ്റാർട്ട് ചെയ്യാന്നുള്ള ഇതാണ്. അപ്പോൾ ഓരോ ദിവസവും ഓരോരോ ഭാഗങ്ങളായിട്ട് ഓരോ അധ്യായം വീതം വായിച്ച് പോകാമെന്ന് ഇങ്ങനെ ചിന്തിക്കുന്നു. പിന്നെ ബൈബിളിനോട് എനിക്കിങ്ങനെ ഇഷ്ടം തോന്നാൻ വേറൊരു കാര്യം ഉണ്ടായിരുന്നത്, ഞാൻ കുറേ നാളത്തോളം ഫിയാത്ത് മിഷൻ ശുശ്രൂഷ ചെയ്തിട്ടുണ്ട്. അതായത് എൻ്റെ വിവാഹത്തിന് മുമ്പ് 1 വർഷത്തോളം ഫിയാത്ത് മിഷനിൽ ഞാനൊരു ക്ലർക്കിൻ്റെ ജോലി ചെയ്ത് അവിടെ കഴിഞ്ഞുകൊണ്ടിരുന്നു. അവിടെ നല്ല രാവിലെ ഒരു 5 മണി മുതൽ ആരാധന സ്റ്റാർട്ട് ചെയ്യും. പിന്നെ ഇടയ്ക്ക് ബൈബിള് വായിക്കാനുള്ള സങ്കീർത്തനങ്ങളൊക്കെ ചൊല്ലി പ്രാർത്ഥനകളുണ്ട്. വിശുദ്ധ കുർബാന നല്ല ഇതായിട്ട് തീക്ഷ്ണമായിട്ടുണ്ട്. പിന്നെ അതുപോലെ നല്ലൊരു പ്രാർത്ഥനയുടെ ഒരു അന്തരീക്ഷമാണ് അവിടെ ഉള്ളത്. അവിടെ ബൈബിൾ പ്രിൻറ്റിങ് പ്രസ്സാണ് ഇപ്പോൾ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് അവിടെ അപ്ഡേറ്റ് ആയേക്കുന്നത്. ബൈബിൾ പ്രിൻറ്റിങ് പ്രസ് ഒറീസയിൽ കട്ടക്കിൽ ഇപ്പോൾ ഒത്തിരി ബൈബിളുകൾ പ്രിൻ്റ് ചെയ്യുന്നതാണ് അന്ന് കോർഡിനേറ്റർ ആയിരുന്ന ഒരു പോളി എന്ന് പറയുന്നൊരു ചേട്ടനുണ്ടായിരുന്നു. അപ്പോൾ ആൾ നല്ലൊരു എല്ലാവരുമായിട്ട് സൗഹൃദം പുലർത്തിക്കൊണ്ട് പോകുന്ന ഒരു വ്യക്തിയാണ്. അപ്പോൾ കുറേ നാളുകൾക്ക് ആൾ പറഞ്ഞത് അവിടെ ഒരു ബൈബിൾ പ്രിൻറ്റിങ് പ്രസ് ഇപ്പോൾ ഭംഗിയായിട്ട് പ്രവർത്തിക്കുന്നുണ്ടെന്നാണ്. ഞങ്ങൾ അവിടെ ജോലി ചെയ്യുന്ന സമയത്ത് ഈ പ്രസ്സിൻ്റെ എല്ലാത്തിൻ്റെയും ഒരു സ്റ്റാർട്ടിങ് ആയിരുന്നു. അതായത് ബിൽഡിങ്സൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയമായിരുന്നു. ബിൽഡിങ്സൊക്കെ ക്രിയേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സമയമായിരുന്നു. എൻ്റെ ഹസ്ബൻഡ് അവിടെ സൈറ്റ് സൂപ്പർവൈസറായിട്ടായിരുന്നു ജോലി ചെയ്തുകൊണ്ടിരുന്നത്. അപ്പം അങ്ങനെ യാദൃശ്ചികമായിട്ടാണ് ഞാനും ഹസ്ബൻഡും കൂടി കണ്ടുമുട്ടുകയും അങ്ങനെയൊക്കെ. ഞാനവിടെ അക്കൗണ്ടിങ് ജോലി ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ അതിന് ശേഷവും വിവാഹത്തിന് ശേഷവും ഞങ്ങൾ 1 വർഷം അവിടെ ഫിയാത്ത് മിഷനിൽ വീണ്ടും 1 വർഷത്തോളം വീണ്ടും ജോലി ചെയ്തിട്ടുണ്ട്. അങ്ങനെ അവിടെയായിരുന്ന സമയത്താണ് ഞാൻ പ്രഗ്നൻ്റ് ആവുകയും ആദ്യത്തെ കുഞ്ഞ് ജോഷുവ ഞങ്ങൾക്ക് കിട്ടുകയും ചെയ്തു. ഇപ്പോൾ എന്തായാലും ഇപ്പോൾ എനിക്ക് അവിടെ നിന്ന് പോന്നു. അവിടുത്തെ ആ ടച്ച് വിട്ടു, ആ പ്രാർത്ഥനയുടെയും ആ ഒരു ഇതിൻ്റെ അവസ്ഥകളൊക്കെ വിട്ടു. എന്നാൽ പോലും എനിക്കിപ്പോൾ ആ ഒരു ഇതിലേക്ക് പ്രാർത്ഥനയിലേക്ക് അന്ന് എന്തോരം പ്രാർത്ഥിക്കുമായിരുന്നു. നിർബന്ധിക്കപ്പെട്ടിട്ടാണെങ്കിലും അന്ന് ബൈബിൾ വായിക്കുന്നതിനും കുർബാനയ്ക്ക് പോകുന്നതിനും ജപമാലകൾ ചൊല്ലുന്നതിനൊക്കെ ഉള്ളൊരു തീക്ഷ്ണത എത്രയധികമായിരുന്നു. അതെന്തോരം എനിക്ക് മിസ്സായിരുന്നു. ഇപ്പോഴാണ് എനിക്ക് ഇവിടെ ആയിരിക്കുമ്പോഴാണ് എനിക്ക് തോന്നുന്നത്. ഇവിടെ ആയിരിക്കുമ്പോൾ നമ്മൾ തിരക്കുകളായിട്ട് കൊന്ത ചൊല്ലുകയില്ല, മറ്റു പ്രാർത്ഥനകളിലൊന്നും ഇതാകുകയില്ല. നമ്മൾ നമ്മുടെ കാര്യങ്ങളിൽ കൂടുതൽ. അപ്പോൾ എൻ്റെ മനസ്സെന്നോട് തന്നെ ചോദിക്കുക, നീ എന്താണ് ഇങ്ങനെ അത്രയധികം പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നതായിരുന്നു, എത്രയധികം ദൈവാനുഭവങ്ങൾ നിനക്ക് കിട്ടിയിട്ടുള്ളതാണ്, എന്നിട്ട് നീ എന്തുകൊണ്ടാണ് പ്രാർത്ഥിക്കുന്നില്ല എന്നൊക്കെ ഒരു തോന്നൽ ഇത്. അപ്പോൾ ഞാൻ ഈ വീഡിയോ ചെയ്യാൻ ഉദ്ദേശിച്ചിട്ടൊന്നുമല്ലായിരുന്നു. എന്നാലും വെറുതെ രാവിലെ ഒരു പ്രചോദനം മൈൻഡിലൊരു ഇങ്ങനെ തോന്നുക, എന്തായാലും അങ്ങനെ ഇതെടുത്തതാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, നിങ്ങൾക്ക് ബൈബിള് വായിക്കാം. തുടക്കം മുതൽ ഒരു സമയം കിട്ടുമ്പോൾ ഒരു 15 മിനിറ്റ് ഒരു ദിവസം എടുത്ത് ഒരധ്യായം, 15 വേണ്ട 5 മിനിറ്റ് മതിയാവും, ഒരു അധ്യായം വായിക്കുക. എല്ലാ ദിവസവും ബൈബിൾ വായിക്കാൻ സാധിക്കും. പിന്നെ നിങ്ങൾക്ക് ബൈബിൾ എഴുതാൻ സാധിക്കും. പിന്നെ അതുപോലെ ഈ ഫിയാത്ത് മിഷനെ കുറിച്ച് പറയുകയാണ്. ഒറീസയിൽ മാത്രമല്ല, വേൾഡ് വൈഡായിട്ട് അവർ ഒത്തിരി സുവിശേഷ പ്രവർത്തനങ്ങളൊക്കെ നടത്തുന്ന ആളുകളാണ്. അവർക്ക് ഫിനാൻഷ്യലി സപ്പോർട്ട് ചെയ്യാൻ സാധിക്കും. പിന്നെ അതുപോലെ അവർക്ക് പഴയ യൂസ്ഡ് പേപ്പേഴ്സൊക്കെ ഉപയോഗിച്ചിട്ട് അവർക്ക് അത്
റീയൂസ് ചെയ്തിട്ട് ബൈബിൾ പേപ്പേഴ്സാക്കി മാറ്റുന്ന പദ്ധതികളുണ്ട്. പാപ്പിറസ് പ്രോഗ്രാം എന്ന് പറയും. അപ്പം അങ്ങനെ ഒത്തിരി കാര്യങ്ങൾക്ക് ഫിയാത്ത് മിഷൻ പോലെയുള്ള മിഷനുകളെ സപ്പോർട്ട് ചെയ്യാനായിട്ട് നിങ്ങൾക്ക് സാധിക്കും. കാരണം അവിടെ ജെന്യുവിൻ ആയിട്ടുള്ള കാര്യങ്ങളാണ് നടക്കുന്നതെന്ന് ഞാൻ നേരിട്ട് കണ്ടിട്ടുള്ളതാണ്. കൃത്യമായിട്ട് അൽമായരുടെ നേതൃത്വത്തിൽ നടക്കുന്ന ഒരു സംഘടനയാണ് ഈ ഫിയാത്ത് മിഷൻ. അപ്പോൾ ഞാൻ പേഴ്സണലി സപ്പോർട്ട് ചെയ്യാൻ എൻ്റെ ഉള്ളിൽ ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ ഞാൻ കറൻ്റ്ലി വർക്കിംഗ് ഒന്നുമല്ല, സ്വന്തമായിട്ടൊരു വരുമാനങ്ങളോ ഒന്നുമില്ല. അപ്പോൾ അങ്ങനെ നിങ്ങൾക്ക് സപ്പോർട്ട് ചെയ്യാമെന്ന് ഞാൻ പറയുമായിരുന്നു. പിന്നെ ബൈബിൾ വായിക്കാനും കഴിയുന്ന സമയങ്ങളൊക്കെ ബൈബിൾ വായിക്കാനൊക്കെ നിങ്ങൾ സമയങ്ങൾ ഉപയോഗപ്പെടുത്തുക. കുറേ കഴിയുമ്പോൾ എന്ന് വെച്ചാൽ നമുക്ക് പതിയെ പതിയെ ബൈബിളാണ് എല്ലാത്തിൻ്റെയും ഇതായിട്ട് കിടക്കുന്നത്. നോളജിൻ്റെ ഒരു സ്റ്റാർട്ടിങ് എന്ന് പറയുന്നത് ബൈബിളാണ്. അപ്പോൾ നിങ്ങൾക്ക് പറ്റുന്ന സമയം നമ്മൾ പോലും അറിയാതെ നമ്മളിലേക്ക് ഒരു പോസിറ്റീവ് എനർജി നമ്മളിലേക്ക് ഈ ബൈബിൾ വായിക്കുമ്പോൾ നമുക്ക് ലഭിക്കും. ഒത്തിരി കാര്യങ്ങൾ, ഒത്തിരി പ്രശ്നങ്ങൾ, പ്രതിസന്ധികൾ തരണം ചെയ്യാൻ ഒരു സാധാരണക്കാരായ നമുക്ക് ഒരു പ്രത്യേകമായിട്ടൊരു വിൽ പവർ തന്നെ ഈ ബൈബിൾ വായനയിലൂടെ നമുക്ക് കിട്ടുമെന്ന് ഞാൻ പറയുമായിരുന്നു. താങ്ക് യു എവറി വൺ.